Once again, welcome back to KCS Classes. KCS Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ്. ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലും പാർട്ട് എയിലുമുള്ള ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മൾ ഇന്നലെ ലൈവ് സെഷനും ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഇതൊക്കെ കാണാൻ നിങ്ങൾക്ക് സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പാർട്ട് ബിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം M.Com-ന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സബ്ജക്ട് വൈസ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ക്ലാസ്സസ് ഇപ്പോൾ ആക്സസ് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ സാധിക്കും കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളിൽ ആദ്യത്തെ ചോദ്യം എന്നാ പിടിച്ചോ, കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ബേസിക്സ് പലപ്പോഴും വരാറുള്ളതാണ്. സോ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് CG എന്നാണ് ഞാൻ എഴുതുന്നുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ ബെനഫിറ്റ്സ് ഒക്കെ നോക്കാം. നമുക്ക് 3 വെയിറ്റേജിൻ്റെ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ് എത്തിക്സിലെ എത്തിക്കൽ പ്രാക്ടീസസ് എന്ന് പറഞ്ഞിട്ട് പല ഫങ്ഷൻസ് ഉണ്ട്. HRM അതുപോലെ തന്നെ മാർക്കറ്റിംഗ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ അതിലേതെങ്കിലും ഒരെണ്ണം എടുത്ത് ചോദിക്കാറുണ്ട്. എത്തിക്കൽ പ്രാക്ടീസസ് ടു ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എടുത്തിട്ട് ചോദിക്കാറുണ്ട്. അതിപ്പോൾ HRM-ൻ്റെ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ബാക്കി ഏതെങ്കിലും വേണമെങ്കിൽ എടുത്ത് ചോദിക്കാം. അപ്പോൾ അത് നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. ദെൻ നെക്സ്റ്റ് നമുക്ക് തിയറീസ് നോക്കാനുണ്ട്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് ആ തിയറീസിലെ ഏതെങ്കിലും ഒരെണ്ണം 3 വെയിറ്റേജിൻ്റെ ചോദ്യമായിട്ട് വരാറുള്ളതാണ് കേട്ടോ. സോ അതിലൊരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ സ്റ്റേക്ക് ഹോൾഡർ തിയറി എടുത്ത് ചോദിക്കാം. നമുക്കൊരു 4-5 തിയറീസ് നമുക്കതിൽ പഠിക്കാനുണ്ട്. സ്റ്റുവേർഡ്ഷിപ്പ് തിയറി, സ്റ്റേക്ക് ഹോൾഡർ തിയറി, അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ഏജൻറ് റിലേഷൻഷിപ്പിൻ്റെ ഏജൻസി തിയറി. അങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒരു തിയറി നമുക്ക് 3 വെയിറ്റേജിൻ്റെ ചോദിക്കാം. അത് essay ആയിട്ടും വരാറുണ്ട്. അപ്പോൾ തിയറീസിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട്, നിർബന്ധമായി നോക്കിയിരിക്കണം കേട്ടോ. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ടോപ്പിക്കാണ് സെബി ഗൈഡ് ലൈൻസ്. ഞാൻ മൊത്തം തിയറീസ് എഴുതി വെച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾ നോക്കുക, ഏതെങ്കിലും ഒരു തിയറി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്റ്റുവേർഡ്ഷിപ്പ് ഉണ്ട്, ഏജൻസി ഉണ്ട്, സ്റ്റേക്ക് ഹോൾഡർ ഉണ്ട്, റിസോഴ്സ് ഡിപ്പെൻഡൻസി ഉണ്ട്, കോസ്റ്റ് തിയറി ഉണ്ട്. ഓക്കെ, ദെൻ സെബി ഗൈഡ് ലൈൻസ് റിപ്പീറ്റ് ആണ്, മിക്ക പേപ്പറുകളിലും വരാറുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടാണ് സെബി ഗൈഡ് ലൈൻസ് ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ് നോക്കിയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ് കമ്പനീസ് ആക്ടിൻ്റെ പ്രസക്തി. കമ്പനീസ് ആക്ട് 2013 അതിൽ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഇത് റിലേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും നോക്കിയിരിക്കണം. കമ്പനീസ് ആക്ടിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ളതും സെബി ഗൈഡ് ലൈൻസും നോക്കിയിരിക്കണം. ദെൻ നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് കമ്മിറ്റീസ് ഉണ്ട്. പലതരത്തിലുള്ള കമ്മിറ്റീസ്, അതിലേതെങ്കിലും ഒരു കമ്മിറ്റി എടുത്തിട്ട് ചോദിക്കാറുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള കൊട്ടാക് കമ്മിറ്റീസ് ഉണ്ട്, ബിർള കമ്മിറ്റീസ് ഉണ്ട്. അതല്ലെങ്കിൽ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാഡ്ബറി കമ്മിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം, കാഡ്ബറി കമ്മിറ്റി ഉണ്ട്, അതുപോലെ തന്നെ കൊട്ടാക് ഉണ്ട്, ബിർള ഉണ്ട്, നാരായണമൂർത്തി കമ്മിറ്റി ഉണ്ട്. അപ്പോൾ കമ്മിറ്റീസിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് 3 വെയിറ്റേജിൻ്റെ ചോദിക്കാറുണ്ട്. ദെൻ അത് മൊത്തമായിട്ട് നമുക്ക് SCക്കും ചോദിക്കാറുള്ളതാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കിലോട്ട് പോവുകയാണ്. 3 പാർട്ടിലും IFRS എന്താണ്, അതിൻ്റെ നീഡ്സ്, ഇമ്പോർട്ടൻസ് നോക്കിയിരിക്കണം.
SAക്കും 2 VTG 3 VTGൻ്റെ ഒക്കെ മാറി മാറി വരാറുള്ളതാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ക്ലോസ് 49. റോൾ ഓഫ് ക്ലോസ് 49 നിർബന്ധമായി നോക്കിയിരിക്കണം. ടു എൻഷുർ ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. ക്ലോസ് 49ഉം റിപ്പീറ്റ് ആയിട്ട് വരുന്നതിൽ ഒന്നാണ് കേട്ടോ, നോക്കിയിരിക്കണേ. ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് എത്തിക്സിലെ പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് എത്തിക്സ്. ബിസിനസ് എത്തിക്സിന്റെ ബേസിക്സ് നോക്കണം. ബിസിനസ് എത്തിക്സ് അതിന്റെ സ്കോപ്പ് ഇമ്പോർട്ടൻസ് SAക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ. സ്കോപ്പ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ദെൻ പ്രിൻസിപ്പിൾസ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ 3 VTGൻ്റെയിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിർബന്ധമായി നോക്കിയിരിക്കണം കേട്ടോ, ബിസിനസ് എത്തിക്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് കാര്യങ്ങൾ. നെക്സ്റ്റ് ഡിറക്ടേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഡിറക്ടേഴ്സ്, ബോർഡ് ഓഫ് ഡിറക്ടേഴ്സ്, ഡിറക്ടേഴ്സിൻ്റെ ലയബിലിറ്റീസ്, പവേഴ്സ്, അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ചോദിക്കാം. റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ളതാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഡയറക്ടേഴ്സിൻ്റെ ലയബിലിറ്റീസ്, പവേഴ്സ്. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിൻ്റെ എക്സിക്യൂട്ടീവ്, നോൺ എക്സിക്യൂട്ടീവ് അല്ല, 3 ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഡയറക്ടേഴ്സിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു ചോദ്യം 3 VTGന് റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ്. നെക്സ്റ്റ് അൺഎത്തിക്കൽ ഇഷ്യൂസ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അൺഎത്തിക്കൽ ഇഷ്യൂസ് ഇൻവോൾവ് ഇൻ ബിസിനസ്. ഇതൊക്കെ കോമൺ ടോപ്പിക്കുകളാണ്, എന്ത് ചെയ്താലും മാർക്കാം. അൺഎത്തിക്കലായിട്ടുള്ള ബിസിനസ്സിലുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ കമ്പനീസ് ആക്ട്, റോൾ ഓഫ് കമ്പനീസ് ആക്ട് ടു എൻഷുർ കോർപ്പറേറ്റ് ഗവേണൻസ് ഞാൻ നേരത്തെ പറഞ്ഞു എന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കേണ്ടതാണ് ഇമ്പോർട്ടൻറ്റ് കോർപ്പറേറ്റ് ഗവേണൻസ് ഇനീഷ്യേറ്റീവ് ടേക്കൺ. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് വിസിൽ ബ്ലോയിങ്. വിസിൽ ബ്ലോയിങ് 3 പാർട്ടിലും നമുക്ക് ഏതെങ്കിലും ഒന്നായിട്ട് പ്രതീക്ഷിക്കുന്നതാണ്. വിസിൽ ബ്ലോയിങ് എന്താണ്, അതിൻ്റെ നീഡ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, നിർബന്ധമായും നോക്കിയിരിക്കണം കേട്ടോ. ദെൻ നെക്സ്റ്റ് SAക്കും അതല്ലെങ്കിൽ 3 VTGൻ്റെ ആയിട്ടും ചോദിക്കുന്നതാണ് തിയറീസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. അതുപോലെ തന്നെ അതിൻ്റെ മോഡൽസും നോക്കിയിരിക്കണം കേട്ടോ, നിർബന്ധമായും നോക്കിയിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിയറീസ് അതുപോലെ തന്നെ മൊത്തമായിട്ടുള്ളത് മോഡൽസ് കേട്ടോ. പിന്നെ പ്രിൻസിപ്പിൾസ് നമുക്ക് SAക്കും അതുപോലെ തന്നെ ഇതിലും ഞാൻ അതൊക്കെ നോക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. SAക്ക് തന്നെ പ്രിൻസിപ്പിൾസ് ഇതൊക്കെ ചിലപ്പോൾ 3 VTGൻ്റെ ആയിട്ടും ചോദിക്കാം, ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഓഡിറ്റ് കമ്മിറ്റി എന്താണ്, ഓഡിറ്റ് കമ്മിറ്റി എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് ഉണ്ട്, റോൾ ആൻഡ് ഫങ്ഷൻസ് നോക്കിയിരിക്കണം. റോൾ ആൻഡ് ഫങ്ഷൻസ് ഇത്രയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവന്നുള്ള ചോദ്യം. പിന്നെ ഇതിൽ ഒരെണ്ണം കൂടി എനിക്ക് പറയാനുള്ളത് ഇമ്പോർട്ടൻറ്റ് കോർപ്പറേറ്റ് ഗവേണൻസ് ഇനീഷ്യേറ്റീവ് ടേക്കൺ ഇൻ ബാങ്കിങ് സെക്ടറിൻ്റെ ഏരിയയിൽ കോർപ്പറേറ്റ് ഗവേണൻസ്. അത് ഒരു പ്രാവശ്യത്തെ ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് കോർപ്പറേറ്റ് ഗവേണൻസ് ഇനീഷ്യേറ്റീവ്സ് ടേക്കൺ ഇൻ, അങ്ങനെ റിപ്പീറ്റ് അല്ല, ബാങ്കിങ് സെക്ടർ. നിങ്ങളുടെ ടൈമിൻ്റെ ബേസിൽ നിങ്ങളൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ 3 VTGനെ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ബെനഫിറ്റ്സ്, ഒബ്ജക്റ്റീവ്സ്, മെയിനായിട്ട് ഒബ്ജക്റ്റീവ്സ്, ദെൻ എത്തിക്കൽ പ്രാക്ടീസസ് ഏതെങ്കിലും ഒരു ഫംഗ്ഷനിലെ, ദെൻ തിയറീസ് ഉള്ളതിൽ ഏതെങ്കിലും ഒരു തിയറി 3 VTGനെ ചോദിക്കാറുണ്ട്. ദെൻ സെബി ഗൈഡ് ലൈൻസ് നോക്കിയിരിക്കണം. കമ്പനീസ് ആക്ട് കോർപ്പറേറ്റ് ഗവേണൻസിൽ എങ്ങനെയാണ് അത് നോക്കിയിരിക്കണം. ദെൻ കമ്മിറ്റീസിൽ ഏതെങ്കിലും ഒരു കമ്മിറ്റി 3 VTGന് വരാറുണ്ട്. IFRSൻ്റെ നീഡ് ഇമ്പോർട്ടൻസ് നോക്കിയിരിക്കണം. ക്ലോസ് 49 നോക്കിയിരിക്കണം. ബിസിനസ് എത്തിക്സിൻ്റെ ഇമ്പോർട്ടൻസ്, സ്കോപ്പ്, പ്രിൻസിപ്പിൾസ് നോക്കിയിരിക്കണം. ഡയറക്ടേഴ്സിൻ്റെ ലൈബിലിറ്റീസ്, പവേഴ്സ്, അൺഎത്തിക്കൽ ഇഷ്യൂസ് എന്തൊക്കെയാണ് ബിസിനസ്സിലെ, വിസിൽ ബ്ലോയിങ്, തിയറീസ്, മോഡൽസ് നോക്കിയിരിക്കണം. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ അതിൻ്റെ പ്രിൻസിപ്പിൾസ്, ദെൻ ഓഡിറ്റ് കമ്മിറ്റിയുടെ റോൾ ആൻഡ് ഫങ്ഷൻസ് കേട്ടോ. പിന്നെ ഞാൻ ലാസ്റ്റ് ഒരു അഡീഷണൽ കാര്യം കൂടി തന്നിട്ടുണ്ട്, ബാങ്കിങ് സെക്ടറിൽ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ള ചോദ്യങ്ങൾ. അപ്പം നോക്കിക്കോളൂ, ആദ്യത്തെ ഒരു 10 ഇതാണ്. ദെൻ നെക്സ്റ്റ് വരുന്ന ചോദ്യങ്ങൾ ഇതാണ് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് പാർട്ട് ബിയിൽ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ള ചോദ്യങ്ങൾ. അപ്പോൾ നമ്മൾ 3 പാർട്ടിലും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒക്കെ നിങ്ങൾ
കവർ ചെയ്ത് നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലോട്ട് നൽകുന്നതായിരിക്കും. നെക്സ്റ്റ് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.